കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു. ഗ്രാമിന് 190 രൂപയും പവന് 1520 രൂപയുമാണ് കുറഞ്ഞത്. ആഗോള വിപണിയിലും സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 190 രൂപയും പവന് 1520 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 13,965 രൂപയും പവന് 1,11,720 രൂപയുമായി. അതോടൊപ്പം 18 ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില 91,800 രൂപയായും 14 ക്യാരറ്റിന്റെ വില 71,480 രൂപയായും താഴ്ന്നു. ആഗോള വിപണിയിലും സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. ആഗോള വിപണിയിലെ മാറ്റങ്ങളാണ് കേരള മാർക്കറ്റിലും പ്രതിഫലിക്കുന്നത്. ഫെബ്രുവരി 4-ന് 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് രാവിലെ 1,17,720 രൂപയായിരുന്നു വില. എന്നാൽ 3 ദിവസം കൊണ്ട് പവനിൽ 6,000 രൂപയുടെ ഇടിവാണ് സംഭവിച്ചത്. സ്വർണ്ണവിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, സ്വർണ്ണത്തിനും പണിക്കൂലിക്കും 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് 1,26,000 രൂപയെങ്കിലും നൽകിയാലേ ഇന്നൊരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാനാകൂ. 275 രൂപയാണ് ഇന്നൊരു ഗ്രാം വെള്ളിയുടെ വില. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $100 കുറവാണ് ഉണ്ടായത്. $4,824 ആഗോള വിപണിയിൽ സ്വർണ്ണത്തിന്റെ വ്യാപാരം പുരോഗമിക്കുന്നത്. 2.02% ഇടിവ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോളർ കരുത്താർജിക്കുന്നതാണ് സ്വർണ്ണവില ഇടിയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. രണ്ടാഴ്ചക്കിടയിലെ ഉയർന്ന നിരക്കിലാണ് ഡോളർ വ്യാപാരം നടത്തുന്നത്. ഇതിനൊപ്പം സ്വർണം വെള്ളി വിപണികളിലെ ലാഭമെടുപ്പും വില ഇടിയുന്നതിനുള്ള പ്രധാന കാരണമായി മാറി. വരും ദിവസങ്ങളിൽ ഇറാൻ-US യുദ്ധമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. അതേസമയം ചെറിയ ഇറക്കങ്ങൾ സംഭവിച്ചാലും സ്വർണ്ണവില കുതിക്കുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ. വിവിധ സെൻട്രൽ ബാങ്കുകൾ കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഡോളർ ശേഖരണത്തെക്കാൾ രാജ്യങ്ങൾ സ്വർണ്ണത്തിലേക്ക് തങ്ങളുടെ കരുതലാസ്തികൾ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇതിനൊപ്പം സാധാരണ നിക്ഷേപകരും സ്വർണ്ണത്തിൽ വലിയ താൽപര്യം കാണിക്കുന്നുണ്ട്. ഇതും വില കുതിക്കാനിടയാക്കുന്ന ഘടകമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.